ഇനി ഞാനൊരു പ്രസംഗം പറയുന്നതിൽ പ്രസക്തിയില്ല, കാരണം അത്രയും ഒരു നല്ല പ്രസംഗമാണ് സർ. ഇതിന് മുകളിൽ ഒന്നും പറയാനില്ല. എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകളില്ല. അത് എത്ര പറഞ്ഞാലും ചെറുതായിട്ടും. പക്ഷെ എന്തായാലും എനിക്കും ബിസിനസ് തുടങ്ങണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എന്തോ എൻ്റേതായിട്ടുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻപുട്ട് എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല ആ ഒരു ജേർണിയിൽ. അപ്പോൾ അങ്ങനത്തെ എനിക്ക് സാറിനെ പോലെ ഇത്രയും യുണീക്ക് ആയിട്ടുള്ളൊരു സാറിനെയും പോലെ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് ഒരു വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, അപ്പോൾ എനിക്കും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും നല്ലൊരു ആശയമായിട്ട് മുന്നോട്ട് വരാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് എവിടെയോ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സക്സസിന്റെ പിന്നിലും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കൂട്ടായ്മ എനിക്ക് വളരെ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു കയ്യടി, നിങ്ങളുടെ ഒരു ആരവവും, നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അതൊക്കെ ഇതിലേക്ക് വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാർ പറഞ്ഞ പോലെ വളരെ ഒരു വലിയ വിഷനുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. നല്ല വിഷനാണ്. അത് ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു വിഷൻ അല്ല, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, കോറിൽ നിന്ന് വരുന്ന ഒരു വിഷനായിട്ട് എനിക്ക് തോന്നി. അതായത് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ആ ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ട് ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് വന്നൊരു വിഷനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ, അതായത് ഒരുപാട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക, അതാണ് എനിക്കും ഇഷ്ടം. അത് പറ്റുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മണി മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ എനിക്ക് എങ്ങനെ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ ആ വഴിക്ക് പോകണം, എങ്ങനെ നല്ല സൂപ്പർബായിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് ഈ പ്രോഗ്രാമിലേക്ക്